പ്രത്യേകിച്ചും ഒരു റംല എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ആസ്മ രോഗമാണ്. ഈ ആസ്മ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ നിന്ന് മാറി വീട്ടിൽ പോയാൽ വീണ്ടും വരും. അപ്പോൾ അപൂർവം കേസിൽ ചിലർക്ക് വീണ്ടും കാണിക്കും. അപ്പോൾ ഞങ്ങൾ അത് പറയും, ഇനി വന്നാൽ നിങ്ങൾ പെട്ടെന്ന് മരുന്ന് കഴിക്കാൻ ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ അപൂർവം കേസുകൾ അങ്ങനെ വീണ്ടും കണ്ടതായിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് എത്ര തവണ വീട്ടിൽ തിരിച്ചു പോയാലും പിന്നെ വരും. ഒരു 3-4 തവണ ഇങ്ങനെ മാറുക, വീട്ടിൽ പോവുക, ഒരു 2 ആഴ്ചയും വീണ്ടും. കുറ്റിപ്പുറത്തായിരുന്ന സമയത്ത് കുട്ടിയുടെ പേര് റംല എന്നാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു 4-5 തവണ ഇത് ആവർത്തിച്ചപ്പം പിന്നെ ഒന്ന് മാനസികമായ തലത്തിലേക്ക് ഒന്ന് നോക്കണമെന്ന് തോന്നി. അപ്പോൾ കുട്ടീനോട് ഇതേപോലെ തന്നെ ടെൻഷൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കുട്ടി വളരെ പ്രസൻ്റായിട്ട് ഈ ടെൻഷനൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹിപ്നോട്ടിക്കിന് ഇതര വിധേയമായപ്പോഴാണ് കുട്ടിയുടെ ടെൻഷൻ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങിയത്. അത് ഏറ്റവും കുട്ടി ഉറച്ചു വിശ്വസിക്കുന്നത് അവളുടെ വീട് താമസിക്കാൻ കൊള്ളില്ല എന്നാണ്. പിന്നെ ഞങ്ങൾ ചോദിക്കുന്നത് ആര് പറഞ്ഞു? ഏതൊരു മൊയിലാര് പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? അവള് ചെറുപ്പത്തിൽ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു. അപ്പോൾ അതെന്താ ഉറപ്പ്? അങ്ങനെ തന്നെയാണ് എന്ന് നിനക്ക് ഉറപ്പാവാൻ കാരണം ആ മൊയിലാര് പറഞ്ഞതിന് ശേഷം എൻ്റെ അളാപ്പൊക്കെ ആക്സിഡന്റ്, എൻ്റെ അളാപ്പയുടെ കുട്ടിക്ക് എപ്പോഴും രോഗങ്ങളായി, എൻ്റെ വിവാഹം വളരെ വൈകി, ഇതുവരെയായിട്ട് നടക്കുന്നില്ല, വീട്ടിൽ എപ്പോഴും ഒരു അസ്വസ്ഥത, പലർക്കും രോഗങ്ങൾ, ഇതൊക്കെ ഇത് കാരണമാണ് കുട്ടി ഉറച്ച് വിശ്വസിക്കാൻ. ആ ഒരു ടെൻഷൻ തന്നെ ഇവൾക്കും എന്തുണ്ടാക്കാണ്? കഫത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക. ഉദാഹരണം, ഈ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം വയറിൽ തന്നെ കഫത്തിന്റെ ആധിക്യം വളരെ പറഞ്ഞിരുന്നു. ആ കഫം കൂടി ആസ്മയെ കാലപ്പഴക്കം ചെല്ലുമ്പോൾ ആസ്മയെ മാറി. അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പോൾ ഓൾറെഡി ആസ്മയുള്ള കുട്ടി മാറി വീട്ടിലെത്തുമ്പോഴേക്ക് കഫത്തിന്റെ ആധിക്യം കൂടും, മറ്റേ ചിന്തയും വരുന്നു, വീട് താമസിക്കാൻ യോഗ്യമല്ല എന്നുള്ളത്. അത്തരം കേസിൽ സാരം ഞങ്ങള് നല്ല സജഷൻ, പോസിറ്റീവ് സജഷൻ കൊടുക്കുകയാണ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, നമുക്ക് പരിഹരിക്കാം എന്ന കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് അത് പ്രയാസപ്പെടാനില്ല എന്നൊക്കെ പറയും. അപ്പൊ അവളത് സമ്മതിക്കണം. അതെ, അവളത് സമ്മതിച്ചില്ല എങ്കിൽ അത് സക്സസ് ആകാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പൊ അത് അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പോസിറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു തവണ സമ്മതിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അവിടെ ഈ ഹിപ്നോട്ടിക്കിനെതിരെ ഉണർത്തി വീണ്ടും പിന്നെ മറ്റൊരു ദിവസം വീണ്ടും. ഡോക്ടർ, ഇത്തരം മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്